എങ്ങനെയൊക്കെ നന്ദി പറയാം. മലപ്പുറം പുൽപ്പറ്റ പഞ്ചായത്തിലെ 4-ാം വാർഡിൽ ജയിച്ച UDF സ്ഥാനാർത്ഥി AT ഉസ്മാൻ കിണറ്റിൽ ഇറങ്ങിച്ചെന്നാണ് വോട്ടർമാർക്ക് നന്ദി പറഞ്ഞത്. ഇന്നലെ നമസ്തേ കേരളത്തിൽ നമ്മൾ കണ്ടിരുന്നു. എന്തിനാണ് ഉസ്മാൻ കിണറ്റിൽ ഇറങ്ങി നന്ദി പറഞ്ഞത്? പ്രശാന്ത് നിലമ്പൂർ അക്കാര്യം ഉസ്മാനോട് തന്നെ നേരിട്ട് ചോദിച്ചു. അപ്പോൾ ഉസ്മാന് ആ കിണറ്റിൽ ഇറങ്ങിയതിന്റെ കാരണം പ്രേക്ഷകരോട് പറയാനുണ്ട്, കേരളത്തോട് പറയാനുണ്ട്. അത് കേട്ട് നമുക്ക് ഈ ദിവസത്തിലേക്ക് കടക്കാം. കിണറ്റിലിറങ്ങി വൈറലായതോടെ AT ഉസ്മാൻ തിരക്കിലാണ്. അദ്ദേഹം കിണർ ജോലി പണിക്കാരനൊന്നുമല്ല, കിണറ്റിലിറങ്ങി അങ്ങനെ പരിചയമൊന്നുമില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന്റെ ഒരു ആവേശത്തിൽ അദ്ദേഹത്തോടൊപ്പം സഹപ്രവർത്തകനായി തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചവർ കിണറ്റിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ അവരോട് നന്ദി പറയാൻ, അവരെ കരയിലേക്ക് വിളിച്ചു വരുത്തണ്ട, ഞാൻ കിണറ്റിലേക്ക് ഇറങ്ങാമെന്നുള്ള വലിയ മനസ്സാണ് അല്ലേ? മീഞ്ചർ അങ്ങാടിയിലെത്തി വീട്ടുകാർക്കൊക്കെ അഭിനന്ദനം അർപ്പിച്ച് ഞങ്ങൾ പോരുന്ന സമയത്താണ് ഈ ഭാഗം മൊത്തം ബ്ലോക്കാണ്. ബ്ലോക്കിന്റെ സമയത്ത് ആവേശം അർപ്പിച്ച് അങ്ങനെ കൊടുത്ത് പോരുന്ന സമയത്ത് എൻ്റെ പ്രവർത്തകന്മാർ പറയുന്നത് നമ്മൾ ഷാബിക്ക കിണറ്റിലാണുള്ളത്, അപ്പം കിണറ്റിലേക്ക് ഇറങ്ങുമല്ലോ ചോദിച്ചു. ഉടനെ ഞാൻ ഇറങ്ങാമെന്ന് പറഞ്ഞ് ആവേശത്തിൻ്റെ പുറത്ത് ഞാൻ കിണറിലേക്ക് ഇറങ്ങിയതും കാര്യമൊന്നും എനിക്ക് ഓർമ്മയില്ല. ആവേശത്തിന്റെ പുറത്ത് എൻ്റെ ഓർമ്മയില്ല. കിണറ്റിലേക്ക് സ്ഥിരമായിട്ട് ഇറങ്ങുന്ന ഒരാളെ പോലെയാണ് ഇറങ്ങുന്നതും കയറുന്നതും. അത് ആവേശമാണല്ലോ. ആവേശത്തിന്റെ പുറത്ത് ഞാൻ ഇറങ്ങിയ സമയവും 2-3 മിനിറ്റ് കൊണ്ട് ഞാൻ ഇറങ്ങലും കയറലും ആലിംഗനം കഴിഞ്ഞാലും കെട്ടിപ്പുഴുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വൈറലാവുമെന്ന് വിചാരിച്ചില്ല, ഒന്നും കരുതിയില്ല. ഞാൻ എൻ്റെ പ്രവർത്തകനാണ്, എൻ്റെ ഒപ്പം കൂടെ എന്ന സജീവ പ്രവർത്തകനാണ്. വീടാന്തരം 2-3 റൗണ്ട് എൻ്റെ ഒപ്പം സജീവമായിട്ടുണ്ടായിരുന്ന പ്രവർത്തകനാണ്. അപ്പം അവൻ അടിയിൽ മുകളിലേക്ക് വിളിച്ചു വരുത്തിയാണ്ട് നമ്മൾ ആലിംഗനം ചെയ്യുന്നതിന് പകരം നമ്മൾ അങ്ങോട്ട് ചെന്നാണ്ട് തന്നെ ആലിംഗനം ചെയ്യണം എന്നുള്ള മനസ്സിലുണ്ട ആ സമയത്തൊരു വലിയ മനസ്സുള്ള ഒരാളെയാണ് UDF ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയതെന്നാണ് കൺവീനർ പറയുന്നത്. ജാബിർ നമ്മളോടൊപ്പം ചേരും. നിങ്ങൾ ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ കൊടുത്തൊരു വാക്കാണ്, അതിവിടെ പാലിക്കുകയാണോ? അത് കാലങ്ങളായിട്ട് നമ്മൾ ജയിച്ചു പോരുന്ന ഒരു വാർഡാണിത്. ഈ വാർഡിലേക്ക് മീഞ്ചറ പ്രദേശം ഇപ്പം പുതുതായിട്ട് ചേർന്നതാണ്. മീഞ്ചറക്കാരനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ പ്രവർത്തനം എങ്ങനെയുള്ളതല്ല, ഞങ്ങൾ ടീം വർക്കായിട്ടാണ് എല്ലാ വർഷവും ചെയ്യാറ്. അതായത് സാധാരണ പ്രവർത്തകർ സഹായിച്ചവർ അവർ എവിടെയാണെങ്കിലും, ഈ കിണറിലാണെങ്കിലും മരത്തിലാണെങ്കിലും, അയാൾ മരത്തിലാണെങ്കിൽ ഉസ്മാൻ മരത്തുമ്മ കയറിയല്ലേ ഉസ്മാനെ? മരത്തുമ്മ കടലാണെങ്കിൽ കടലിൽ പോകും. മിഞ്ചറയിൽ നിന്നും പ്രശാന്ത് നിലമ്പൂർ, ഏഷ്യാനെറ്റ് ന്യൂസ്.